ഗൈസ്, നിങ്ങളൊരു നല്ല കോളിംഗ് സ്മാർട്ട് വാച്ച് മേടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിലായിരിക്കണം, പക്ഷേ പ്രീമിയം ആയിട്ടുള്ള മെറ്റാലിക് സ്ട്രാപ്പ് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്മാർട്ട് വാച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്, ബോട്ടിന്റെ സ്റ്റോം കോൾ 2. സോ ഏകദേശം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഇതിൽ എനിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഷെയർ ചെയ്യാം. ഈ ബോക്സിലാണ് നമ്മുടെ വാച്ച് വന്നത്. ബോക്സിനകത്ത് വാച്ച് ഉണ്ട്, ചാർജർ ഉണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷൻസും പേപ്പേഴ്സും ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റാലിക് ചെയിൻ വരുന്ന വേരിയന്റ് ആണ്, അല്ലാണ്ട് നോർമൽ സിലിക്കോൺ സ്ട്രാപ്സ് വരുന്ന വേരിയന്റും ഉണ്ട്. പക്ഷേ ഈ ഒരു മെറ്റാലിക് ചെയിൻ അല്ലെങ്കിൽ മെറ്റാലിക് സ്ട്രാപ്പിന്റെ ക്വാളിറ്റി ഈ ഒരു പ്രൈസിൽ വളരെയധികം നല്ലതായിട്ട് എനിക്ക് തോന്നി. വാച്ചിന്റെ ഓവറോൾ ബിൽഡ് പ്ലാസ്റ്റിക് ആണ്. മുകൾ ആ ഒരു ഗ്ലാസ് ചെറുതായിട്ട് ഒന്ന് എഡ്ജസ് കർവ്ഡ് ആയിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്കൊരു ക്രൗൺ ബട്ടൺ ആയിട്ട് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾക്ക് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്കിൽ നമുക്ക് സെൻസേഴ്സും കാണുന്നുണ്ട്. ഒരു സ്മാർട്ട് വാച്ച് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ടായിക്കോട്ടെ 100% ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചില ആൾക്കാർ പെട്ടി പൊട്ടിക്കുമ്പോൾ തന്നെ 64% ചാർജ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ യൂസ് ചെയ്തേക്കാം എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാറ്ററി ബാക്കപ്പിനെ അഫക്ട് ചെയ്യും. സോ ഡെഫിനറ്റ്ലി 100% ഇനിഷ്യലി ചാർജ് ചെയ്യാൻ നിർബന്ധമായിട്ടും ഓർക്കുക. സ്റ്റോം കോളിൽ നിന്നും സ്റ്റോം കോൾ 2ലേക്ക് വന്നപ്പോൾ ഏറ്റവും ആദ്യത്തെ ഡിഫറൻസ് വന്നിരിക്കുന്നത് വാച്ചിന്റെ ഡിസ്പ്ലേയുടെ സൈസിലാണ്. ഇപ്രാവശ്യം അവർ 1.83 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ HD ഡിസ്പ്ലേ എന്ന് പറയുന്നു, ഡിസ്പ്ലേ LCD ആണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഡിസ്പ്ലേ ഓഫ് ആയിരിക്കുന്ന സമയത്ത് വാച്ച് പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ഡിസ്പ്ലേയുടെ ബോർഡേഴ്സ് കാണുന്നില്ല, ടോട്ടലി ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട്. അത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു ക്യാമറയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്ത മേജർ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിനകത്തുള്ള ഇന്റർഫേസ് ആണ്. സോ നോർമലി നമ്മൾ കാണുന്ന ബോട്ട് വാച്ചുകളെ അപേക്ഷിച്ച് ഇതിന്റെ ഇന്റർഫേസ് ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്രാവശ്യം അവർ പറയുന്നത് അവർ സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്രസ്റ്റ് പ്ലസ് OS എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഈ കാണുന്നതും ആ ഒരു ക്രസ്റ്റ് പ്ലസ് OS ആണ്. സോ അതിൽ അവർ ചെറിയ രീതിയിലുള്ള മെനുവിലുള്ള മാറ്റങ്ങളും ഐക്കൺസിലുള്ള മാറ്റങ്ങളും പിന്നെ അവരുടേതായിട്ടുള്ള അൽഗോരിതംസും അങ്ങനത്തെ കുറേയധികം ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാരിറ്റി കൊള്ളാം. 240x284 ഒരു റെസൊല്യൂഷൻ ആണ് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് നമ്മൾ ക്ലോസപ്പ് ആയിട്ട് നോക്കിയാൽ പോലും ആ ഒരു പിക്സൽസ് ഇതിനകത്ത് കാണുന്നില്ല. ആൻഡ് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിലായാലും പുറത്തായാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമ്മൾ വാച്ച് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ പൊക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ സ്ക്രീന് വേക്ക് ചെയ്യുന്ന വേക്ക് ജസ്റ്ററും ഇതിനകത്തുണ്ട്. ആൻഡ് ഈ ഒരു സ്മാർട്ട് വാച്ച് സ്പീക്കറും മൈക്രോഫോണും ഉള്ളതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് വാച്ച് ആണ്. വാച്ചിനകത്ത് തന്നെ നിങ്ങൾക്ക് കോളുകൾ വിളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു വാച്ചിന്റെ മൈക്രോഫോണിൽ റെക്കോർഡ് ചെയ്ത ഒരു സാമ്പിൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ബോട്ടിന്റെ സ്റ്റോം കോൾ 2 സ്മാർട്ട് വാച്ചിന്റെ മൈക്രോഫോൺസിലൂടെയാണ്. ഏകദേശം ഇത്തരത്തിലുള്ള ഒരു മൈക്രോഫോൺ ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു വാച്ചിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ഇതിന്റെ സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് തന്നെ ബിൽഡിനായിട്ട് റിംഗ് ടോൺസ് ഉണ്ട്. അപ്പോൾ അതിലൊരു റിംഗ് ടോൺ ഞാൻ പ്ലേ ചെയ്യാം. സോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മൈക്കായിട്ടാണ് എനിക്ക് ആ ഒരു ഓഡിയോ കേട്ടപ്പോൾ തോന്നിയത്. പ്ലസ് സ്പീക്കേഴ്സിന്റെ സൗണ്ടും വളരെയധികം ആഡ്യൂക്കേറ്റ് ആണ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നിങ്ങൾക്ക് ഏകദേശം 10 കോൺടാക്ട് വരെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ആവശ്യമുള്ള കോൺടാക്ട് സേവ് ചെയ്താൽ ഇതിൽ നിന്ന് തന്നെ ടാപ്പ് ചെയ്ത് കോൾ ചെയ്യാൻ പറ്റും. ആൻഡ് നേരത്തെ കാണിച്ച പോലെ കസ്റ്റമായിട്ടുള്ള റിംഗ് ടോൺസ് 2 ഉണ്ട്. ഇഷ്ടമുള്ള റിംഗ് ടോണും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു വാച്ച് കണക്ട് ആവുന്നത് ബോട്ടിന്റെ തന്നെ ക്രെസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്താണ്. ക്രെസ്റ്റ് ആപ്പിൽ ഞാൻ ഇപ്രാവശ്യം കണ്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അവർ പുതിയ ബോട്ട് കോയിൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ആ ഒരു കോയിൻ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിൻസ് ആക്ച്വലി നമ്മൾ ഈ ഒരു വാച്ച് കെട്ടിയിട്ട് ചെയ്യുന്ന പല ഫിറ്റ്നസ് ആക്ടിവിറ്റികൾക്കും ക്രെഡിറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ദിവസം 5000 സ്റ്റെപ്പ് നിങ്ങൾ നടന്നുവെങ്കിൽ 1 കോയിൻ കിട്ടും. ആൻഡ് 15 ഡേയ്സിനുള്ളിൽ എല്ലാ ദിവസവും 5000 നിങ്ങൾ നടക്കുവാണെങ്കിൽ 2 കോയിൻ കിട്ടും. നല്ല രീതിയിൽ 70ൽ മുകളിൽ നിങ്ങൾ സ്ലീപ്പ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഇത്ര കോയിൻ കിട്ടും. ആക്ച്വലി ഒരു ഡോക്യുമെന്റ് ഉണ്ട് എത്ര കോയിൻ കിട്ടും എന്നുള്ളതിൻ്റെ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ഫിറ്റ്നസ് ആക്ടിവിറ്റീസിനും കോയിൻസ് ലഭിക്കുകയും ഈ കോയിൻസ് ഉപയോഗിച്ച് നമുക്ക് ബോട്ടിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ കുറേയധികം വൗച്ചേഴ്സ് കാണാൻ പറ്റും. ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾക്ക് റിവാർഡും കിട്ടുന്നു. ആ റിവാർഡ് നിങ്ങൾക്ക് ആക്ച്വലി വൗച്ചേഴ്സായിട്ട് യൂസ് ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ ഡിസ്കൗണ്ട്സും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം, ഈ കാണുന്ന വാച്ച് ഫേസ് ഉണ്ടല്ലോ, ഇത് ടോട്ടലി ഫ്രം ദ സ്ക്രാച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ഒരു ബോട്ട് ക്രസ്റ്റ് ആപ്ലിക്കേഷനകത്ത് DIY വാച്ച് സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്, ഇഷ്ടമുള്ള ക്ലോക്കിൻ്റെ ഫോണ്ടിൻ്റെ സൈസ്, അതേപോലെ ബാറ്ററി ആണെങ്കിൽ ബാറ്ററി, അതിൻ്റെ ഇഷ്ടമുള്ള ഐക്കൺ, ആ ഒരു ഐക്കണിൻ്റെ കളർ, ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ എന്നിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാച്ച് ഫേസ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വാച്ച് ഫേസ് വാച്ചിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു DIY വാച്ച് ഫേസ് സ്റ്റുഡിയോ നേരത്തെ സ്റ്റോം കോൾ ഉണ്ടായില്ല, സ്റ്റോം കോൾ 2 കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ക്രസ്റ്റ് ആപ്പിനകത്ത് നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ള ഫിറ്റ്നസ് പ്ലാൻസ് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ബോട്ടിൻ്റെ വാച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബഡ്ഡിയായിട്ട് ആഡ് ചെയ്ത്
അവർ എത്രയാണ് എക്സസൈസ് ചെയ്യുന്നത്, നമ്മൾ എത്രയാണ് എക്സസൈസ് ചെയ്യുന്നത്, നമ്മൾ അവരെ ബീറ്റ് ചെയ്യുന്നുള്ള കോമ്പറ്റീഷൻ ടൈപ്പിൽ നമുക്കൊരു ലീഡർ ബോർഡ് പോലെയൊക്കെ ചെയ്യാം. പിന്നെ ഫിറ്റ്നസ് ക്രൂ, വെൽനസ് ക്രൂ, അതായത് ഏകദേശം ഒരു ഗെയിം രൂപത്തിലേക്ക് ഫിറ്റ്നസിനെ മാറ്റുന്ന കുറേയധികം പരിപാടികളെല്ലാം ആപ്പിനകത്തുണ്ട്. വിശദമായിട്ട് കുറേ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട് എന്നോർക്കുക. ഇനി വാച്ച് ഫേസ് സ്റ്റുഡിയോ കൂടാതെ ഇഷ്ടംപോലെ ക്ലൗഡ് വാച്ച് ഫേസുകളുണ്ട്. ഒരു പറയുന്ന 1000-ൽ കൂടുതൽ വാച്ച് ഫേസുകളുണ്ട് എന്നാണ്. ഞാൻ മുഴുവനൊന്നും സ്ക്രോൾ ചെയ്ത് നോക്കില്ല. ഒട്ടനവധി വാച്ച് ഫേസുകൾ എനിക്ക് കാണാൻ പറ്റി. ഇനി ഈ ഒരു വാച്ചിനകത്ത് നിങ്ങൾ ആക്ടിവിറ്റീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 ആക്ടിവിറ്റീസാണ് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ വാച്ചിനകത്ത് ആക്ച്വലി 700-ൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ആപ്ലിക്കേഷൻ വഴി ആഡ് ചെയ്യാം. സോ ആപ്പിനകത്ത് നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ഏതാണ്, ഇപ്പോൾ നിങ്ങൾ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുന്നത്, എലിപ്റ്റിക്കൽ മെഷീനാണ്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നുണ്ട്, ഹൈക്കിംഗ് ചെയ്യുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി അത് ചൂസ് ചെയ്ത് വാച്ചിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഏകദേശം 700-ൽ കൂടുതൽ ആക്ടിവിറ്റി മോഡുകൾ ഉണ്ട് എന്നാണ് ബോട്ട് പറയുന്നത്. സോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കസ്റ്റം ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ നഡ്ജസ് കൂടാതെ നിങ്ങളിപ്പോൾ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ഏതെങ്കിലും മാച്ച് നടക്കുവാണെങ്കിൽ ആ ഒരു മാച്ച് ആഡ് ചെയ്താൽ സ്കോർ ഇതിനകത്ത് കാണാൻ പറ്റും. ജസ്റ്റ് അത് താഴെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത്, ഇപ്പോൾ മാച്ചൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, സെലക്ട് ചെയ്താൽ ആ സ്കോർ കാണാം, ഫുട്ബോളിൻ്റെ കാണാം. അങ്ങനെ ലൈവ് സ്കോറുകളുടെ ഒരു ഫീച്ചറും ഉണ്ട്. ഇനി അതേപോലെ എല്ലാ സ്മാർട്ട് വാച്ചുകളിലും വരുന്ന പോലെ ബേസിക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ്, സ്ലീപ്പ് ട്രാക്കിംഗ്, നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ കാലറീസ് എത്ര ബേൺ ചെയ്തു, ബ്രീത്തിങ് എക്സസൈസസ്, നിങ്ങളുടെ ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഈ ഒരു വാച്ചിനകത്തും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. സോ ഡെയിലി എത്ര സ്റ്റെപ്പൊക്കെ നടന്നു എന്നുള്ള ആക്ടിവിറ്റീസ് എല്ലാം ട്രാക്ക് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ അധികം അനങ്ങാതെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് അനങ്ങൂ, നിങ്ങളൊന്ന് മൂവ് ചെയ്യൂ എന്ന് പറയുന്ന സെഡൻഡറി റിമൈൻഡേഴ്സും ഈ വാച്ചിനകത്തുണ്ട്. ഇനി റൈറ്റിലേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ പാനൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള റിപ്ലൈസ് സെറ്റ് ചെയ്ത് റിപ്ലൈസ് വായിക്കാനായിട്ട് പറ്റും. ഇനി സ്പീക്കറും മൈക്രോഫോണും ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വോയിസ് അസിസ്റ്റന്റ് ഉണ്ട്. ഐഫോണായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സിറിനെ ഇൻവോക്ക് ചെയ്യാം. ആൻഡ്രോയിഡ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ നിങ്ങൾ ഫോൺ എവിടെയെങ്കിലും വീടിനകത്ത് മറന്നു വെച്ചുവെങ്കിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. ഫൈൻഡ് ഫോൺ ഉണ്ട്. വാച്ച് എവിടെയെങ്കിലും മറന്നു വെച്ചുവെങ്കിൽ ഫോണിനകത്ത് നിങ്ങൾക്ക് ഫൈൻഡ് വാച്ചും ഉണ്ട്. ഞാൻ ഏകദേശം ഐ തിങ്ക് 4-5 ദിവസം മുന്നെയാണ് ഫുൾ ചാർജ് ചെയ്തത്. ഇപ്പോഴത്തെ എൻ്റെ ബാറ്ററി, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാറ്ററി കാണുന്നുണ്ടോ എന്നറിയില്ല, 38% ആണ് ബാറ്ററി ഇപ്പോൾ ഉള്ളത്. അവർ പറയുന്നത് ഏകദേശം 5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ആണ്. നിങ്ങൾ നല്ലപോലെ ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ദിവസത്തോളം കിട്ടും. അല്ല നിങ്ങളൊരു ഹെവി യൂസേജ് ആണ് എന്നുണ്ടെങ്കിലും ഏകദേശം ഇപ്പോൾ എനിക്ക് കിട്ടിയ പോലെ 5 ദിവസം കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ആക്ടിവിറ്റി ട്രാക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. വർക്കൗട്ട് ചെയ്തതിൻ്റെ, എലിപ്റ്റിക്കൽ ചെയ്തതിൻ്റെ, ത്രെഡ്മിൽ ചെയ്തതിൻ്റെ ഒക്കെ. അപ്പോൾ 5 ദിവസമാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ യൂസ് അനുസരിച്ച് ഇരിക്കുമ്പോൾ എത്ര ദിവസം വരെ നിൽക്കുമെന്ന്. പിന്നെ വാച്ച് IP67 റേറ്റിംഗ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡസ്റ്റ്, സ്പ്ലാഷ്, സ്വെറ്റ് ഇതൊന്നും കൊണ്ട് വാച്ച് നാശമാവില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വാച്ചിലൂടെ ഫോണിൻ്റെ ക്യാമറയിലെ ഷട്ടർ കൺട്രോൾ ചെയ്യാം. ഫോണിൽ പാട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാട്ട് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാം. നെക്സ്റ്റ് സോങ്, പ്രീവിയസ് സോങ് ഒക്കെ പോകാം. പ്ലേ പോസ്, വോളിയം ഒക്കെ കൂട്ടാനായിട്ട് പറ്റും. പിന്നെ ബേസിക് ആയിട്ട് അലാറം വെക്കാം, സ്റ്റോപ്പ് വാച്ച് വെക്കാം, ടൈമർ വെക്കാം, നോർമൽ തിങ്സ്. പിന്നെ ഇതിനകത്ത് കളക്ട് ചെയ്യുന്ന ഡേറ്റ നമുക്ക് ഗൂഗിൾ ഫിറ്റ് ആയിട്ടും ആപ്പിൾ ഹെൽത്ത് ഒക്കെ ആയിട്ടും സിങ്ക് ചെയ്യാനായിട്ട് പറ്റും. സോ 1500 രൂപയ്ക്ക് താഴെയുള്ള പ്രൈസ് പോയിന്റിൽ എനിക്ക് വളരെ നല്ലൊരു സ്മാർട്ട് വാച്ച് ആയിട്ട് തന്നെയാണ് ബോട്ടിന്റെ സ്റ്റോം കോൾ 2 തോന്നിയത്. എന്തായാലും ഈ പർട്ടിക്കുലർ വാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനോ പർച്ചേസ് ചെയ്യാനോ ചെക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.